പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് എറണാകുളം നിവാസികൾക്ക്, പ്രത്യേകിച്ച് കൊച്ചിക്കാർക്ക് ഏറ്റവും അഭിമാനകരവും ആഹ്ലാദകരവുമായൊരു ദിനമാണ്. കാരണം എന്തെന്നല്ലേ, ഒരിക്കലും പരിഹരിക്കാൻ പറ്റില്ലെന്ന് കരുതിയിരുന്ന ബ്രഹ്മപുരം എന്ന മാലിന്യമല ഇന്നു മുതലില്ല. എത്രയോ കാലങ്ങളായിട്ട്, കഴിഞ്ഞ കാൽനൂറ്റാണ്ട് ആയി ഈ പെരുകി വരുന്ന ഈ മാലിന്യ കൂമ്പാരം, പ്രളയജലം പോലെ പെരുകി നിറഞ്ഞ ഈ മാലിന്യ കൂമ്പാരം, ഈ മാലിന്യമല ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമായി നിലനിൽക്കുകയായിരുന്നു. കൊച്ചിക്കും എറണാകുളം നിവാസികൾക്കും മൊത്തം കേരളത്തിനും അപമാനകരമായ ഒരു സംഭവമായിരുന്നു അത്. പ്രത്യേകിച്ച് കേരളം കഴിഞ്ഞ 25 വർഷങ്ങളിൽ ശരവേഗത്തിലുണ്ടായ നഗരവൽക്കരണം, ഈ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി ആയിരക്കണക്കിന് ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ് കൊച്ചിയിൽ മാത്രം ഉണ്ടായത്. ഇങ്ങനെ ഉണ്ടാവുന്ന ഈ ഫ്ലാറ്റ് സമുച്ചയങ്ങളിൽ ജീവിക്കുന്നവരുടെ മാലിന്യം, ഫുഡ് വേസ്റ്റ്, അതുപോലെ പ്ലാസ്റ്റിക് വേസ്റ്റ്, ഇതൊക്കെ എവിടെ സംസ്കരിക്കും? അതിന് ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. അതിന് യാതൊരു വിധത്തിലുള്ള പരിഹാര മാർഗങ്ങളും നിലവിലില്ലായിരുന്നു. ആ സമയത്താണ് കഴിഞ്ഞ 2 വർഷം മുൻപ്, ഒരു 2023 സംഭവിച്ചത്. പിന്നെ ഒരു വലിയ തീപിടുത്തമുണ്ടായി. ബ്രഹ്മപുരം മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് തീ പടർന്ന് അത് എറണാകുളം കൊച്ചി മേഖലയെ ശ്വാസം മുട്ടിച്ച് അത് ഭയങ്കര മാധ്യമ ചർച്ചകൾക്കും മാധ്യമ വിചാരണകൾക്കും ഒക്കെ വഴിതെളിച്ചു. ഗവൺമെൻറ്റിന് തീർത്താൽ തീരാത്ത വിധത്തിലുള്ള ശാപവാക്കുകൾ, പറഞ്ഞാൽ തീരാത്ത ശാപവാക്കുകളാൽ അഭിഷേകം ചെയ്തു. അന്ന് മന്ത്രി രാജേഷ് ഒരു പ്രഖ്യാപനം നടത്തി. അധികം വൈകാതെ ഈ മാലിന്യമല ഇവിടെ നിന്ന് നീക്കം ചെയ്യപ്പെടും, ഇത് മനോഹരമായ ഒരിടമായി മാറും. അന്ന് അദ്ദേഹത്തെ ട്രോളിയ ഒരുപാട് പത്രപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും എല്ലാം ഉണ്ടായിരുന്നു. കാരണം അത് ഒരു ഹിമാലയൻ ടാസ്ക് ആയിരുന്നു, ഒരിക്കലും സംഭവിക്കാനിടയില്ലാത്തൊരു കാര്യമായിട്ടാണെന്ന് അത് എടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ കാര്യത്തിൽ പ്രത്യേക പ്രശംസ അറിയിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, മുൻ മേയർ എം അനിൽകുമാർ. മുൻ മേയർ എം അനിൽകുമാറിൻ്റെ വളരെ കരുത്തുറ്റ, വളരെ തീവ്രമായ, വളരെ സമയബന്ധിതമായ ഇടപെടലുകൾ ഒക്കെ ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളതാണ്. അതിനൊപ്പം സഞ്ചരിക്കാൻ നമ്മുടെ യുവ മന്ത്രിമാരായ MP രാജേഷ്, പ്രത്യേകിച്ച് P രാജീവ്, ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് നിസ്സാരമല്ല. ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ അവർക്കുള്ള പങ്ക് അനിർവചനീയമാണ്. BPCL എന്ന ഒരു കേന്ദ്ര പെട്രോളിയം സ്ഥാപനത്തിൻ്റെ പേരിലായതുകൊണ്ട് മാത്രം നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും കയ്യടി വേണമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. അദ്ദേഹം ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ പറയുന്നതിൽ വിദഗ്ധനാണ്, അത് പറഞ്ഞോട്ടെ. എന്തോ ആവട്ടെ, ആരെങ്കിലുമൊക്കെ ക്ലെയിം എടുത്തോട്ടെ. കൊച്ചി നിവാസികളെ സംബന്ധിച്ച്, എറണാകുളം ജില്ലയെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു ദിവസമാണിന്ന്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്ന 150 ടൺ ഖരമാലിന്യം സംസ്കരിച്ച് അതിൽ നിന്ന് ബയോഗ്യാസ് ഉണ്ടാക്കുന്ന ഒരു പ്രോജക്റ്റ്, അത് ആദ്യം നടപ്പാക്കിയ ജില്ല, ആദ്യം നടപ്പാക്കിയ കോർപ്പറേഷൻ എന്ന ഖ്യാതി ഈ കൊച്ചിക്കും എറണാകുളത്തിനും മാത്രം സ്വന്തമായിരിക്കും. എല്ലാവരും ഇത്തരം കാര്യങ്ങളെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അഭിനന്ദിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ലാൽ സലാം.